السلام عليكم ورحمة الله وبركاته. كيف حالكم أيها الإخوان العزيزون وأيتها الأخوات العزيزات؟ مرحبا أهلا وسهلا. صباح الخير مساء الخير. ഏറെ ബഹുമാനപ്പെട്ട സ്നേഹമുള്ള വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമുക്കറിയാം നമ്മളൊക്കെ 9ാം ക്ലാസ്സിലെ നമ്മുടെ അറബി ടെക്സ്റ്റില് A+ വാങ്ങാൻ വേണ്ടി അല്ലേ, നമ്മളെല്ലാവരും A+ വാങ്ങാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് അല്ലേ. അപ്പൊ നമുക്ക് നമ്മുടെ എക്സാമിനുള്ള ഓരോ ചാപ്റ്റേഴ്സും നമ്മൾ മുഴുവനായിട്ടും നമ്മൾ പഠിച്ചിട്ടുണ്ട്. നമുക്ക് സമ്മറികളും എല്ലാം നമുക്കറിയാം. നമ്മളെ നോട്ട്സും കാര്യങ്ങളൊക്കെ മുമ്പ് നമ്മുടെ വീഡിയോസിലൂടെ കണ്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഇനി നമുക്ക് പഠിക്കാനുള്ളത് നമ്മുടെ എക്സാമിന് ഷുവറായിട്ടും 100% ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് അല്ലേ. നമ്മുടെ എക്സാമിന് നമുക്ക് സ്ക്രീനിൽ കാണുന്നത് പോലെ നമ്മുടെ എക്സാമിന് 100% ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാരും തയ്യാറാണല്ലോ? മുഴുവനായിട്ടും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇന്ന് ക്ലാസ് ചെയ്യുന്ന വളരെ കുറഞ്ഞ സമയങ്ങൾ നമ്മൾ പറഞ്ഞു നമ്മുടെ എക്സാമിന് ചോദിക്കാൻ 100% സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മളിവിടെ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ എല്ലാ കൂട്ടുകാരും കൃത്യമായിട്ട് തന്നെ നമ്മുടെ വീഡിയോസിന്റെ എല്ലാ ചോദ്യങ്ങളും നമ്മളിവിടെ പരിചയപ്പെടുത്തി തരുന്ന എല്ലാ ചോദ്യങ്ങളും മനസ്സിലാക്കുക. നോട്ട് ചെയ്ത് വെക്കേണ്ടത് നോട്ട് ചെയ്ത് തന്നെ വെക്കുക. നമ്മുടെ എക്സാമിന് നേരെ പോയാൽ നമുക്ക് ഫുൾ മാർക്കാണ്. നമുക്ക് A+ അല്ല, ഫുൾ മാർക്കായിരിക്കും. അപ്പൊ എല്ലാ കുട്ടികളും തയ്യാറാണല്ലോ? ഓക്കെ, എന്നാല് നമ്മുടെ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരുപാട് ചോദ്യങ്ങൾ നമ്മളിവിടെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ എക്സാമിന് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അതിൽ എക്സാമിന് ചോദിക്കാൻ 100% സാധ്യതയുള്ള ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഇന്നിവിടെ പരിചയപ്പെടുത്തൂ. ഒരു മടുപ്പില്ല, ഫുൾ ഹാപ്പി, എല്ലാവരും കൂളാണ്. അപ്പൊ എല്ലാവരും തയ്യാറാണല്ലോ? ഓക്കെ, എന്നാൽ നമുക്ക് നേരെ നമ്മുടെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ. ഓക്കെ അല്ലേ? എല്ലാവരും ഓക്കെ ആണല്ലോ? എന്നാ നേരെ നമുക്ക് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എല്ലാവരും സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ. എന്താ കാണുന്നത് നോക്കിയേ. ഇഖ്റഇൽ ഫിഖ്റത വക്തുബിൽ ജവാബ അനിൽ അസ്ഇലത്തി താലിയ അല്ലെ. നമ്മുടെ ചോദ്യത്തിന് നമുക്ക് മുൻ വർഷങ്ങളിലും കഴിഞ്ഞ ഓണപരീക്ഷയിലും ക്രിസ്മസ് എക്സാമിലും ഒക്കെ ചോദിച്ച ഒരു ചോദ്യ പാറ്റേൺ ആണ് ഇവിടെ കാണുന്നത്. എന്താണത്? 2 or 3 വരിയിൽ ഒരു പാരഗ്രാഫ് കൊടുക്കും, എന്നിട്ട് അടിയിൽ ചില ചോദ്യങ്ങളും കൊടുക്കും അല്ലെ. എത്ര സിമ്പിളാ. എന്നിട്ടോ ആ ചോദ്യങ്ങള് നേരെ നമ്മൾ എന്താക്കുക, ആ പാരഗ്രാഫ് സിമ്പിൾ ആയിട്ട് നമുക്ക് എടുത്ത് എഴുതാനേ ഉള്ളൂ, ഒരു പണിയും ഇല്ല അല്ലെ. നമുക്ക് നോക്കിയാലോ? നേരെ നോക്കിയല്ലേ. നമുക്ക് ആദ്യം പാരഗ്രാഫ് അതിന്റെ അർത്ഥം പറയാം. നോക്കണേ. യൗമൻ ഷഹദ ഉസ്ഫൂറുൻ നംലതൻ അല്ലേ. ഒരു ദിവസം ഒരു കുരുവി എന്തായി, ഒരു ഉറുമ്പിനെ കണ്ടു. എന്താ കണ്ടത്? തഗ്രിഖു ഫീ നഅരിൻ ഫശഅറ ബിൽ ഹുസ്ൻ അല്ലേ. വെള്ളത്തിൽ ഇങ്ങനെ, നമുക്കൊക്കെ അറിയാവുന്ന ഒരു കഥയാണ്. വെള്ളത്തിൽ ഇങ്ങനെ എന്താവുകയാണ്, വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി പൊന്തി താവുകയാണ് ആര്? നമ്മുടെ ഉറുമ്പ്. അപ്പൊ ഇത് ആര് കണ്ടു? ഒരു കുരുവി കണ്ടു. ഫശഅറ ബിൽ ഹുസ്ൻ, അപ്പൊ മനസ്സിൽ എന്ത് തോന്നി? ഒരു സങ്കടം തോന്നി. ആർക്ക്? കുരുവിക്ക് അല്ലേ. ഒരു തന്ത്രം മനസ്സിൽ എന്താകും? ആലോചിക്കും. ആര്? നമ്മുടെ കുരുവി മനസ്സിൽ ഒരു തന്ത്രം ആലോചിക്കും. എന്നിട്ട് വെള്ളത്തിലേക്ക് ഒരു ഇല അങ്ങിട്ട് കൊടുക്കും. ഒരു ഇല എടുത്തിട്ട് വെള്ളത്തിലേക്ക് അങ്ങിട്ട് കൊടുക്കും. എന്നിട്ടോ അല്ലെ, ഈ ഇലേന്റെ മേലേക്ക് വേഗം ആര് കയറും? നമ്മുടെ ഉറുമ്പിക്ക് കയറി നിൽക്കും. അല്ലെ, എന്നിട്ടോ ആ മുങ്ങിച്ചാവുന്നതിൽ നിന്നും ആര് രക്ഷപ്പെടും? നമ്മുടെ ഉറുമ്പ് രക്ഷപ്പെടും. ഫശക്കറത്തിൽ നംലതു അല്ലുസ്ഫുറ, എന്നിട്ട് നമ്മുടെ ഈ ഉറുമ്പ് എന്ത് ചെയ്യും? നമ്മുടെ കുരുവിയോട് നന്ദി പറഞ്ഞ് അവിടെ നിന്ന് പോകും അല്ലേ. തന്നെ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയില്ലേ. അപ്പൊ അതിന്റെ ചോദ്യങ്ങൾ നമുക്ക് നോക്കിയാലോ? നോക്കി, എന്താ ചോദ്യത്തിൽ ഒന്നാമത് കണ്ടത്? മാലി യസ്അദു അല്ലെ. യസ്അദു എന്നതിന്റെ മാലി എന്താണ്? യസ്അദു എന്നതിന്റെ മാലി എന്താ? യസ്അദുന്റെ മാലി എന്താ പറഞ്ഞേ? നമുക്കൊക്കെ സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാനേ ഉള്ളൂ. നമ്മുടെ പാഠഭാഗത്തുണ്ട്. എന്താ നോക്കിയേ? യസ്അദുന്റെ മാലി എന്താ? സ്വഇദ അല്ലെ. നമുക്കിവിടെ കാണാലോ, സ്വഇദ. ഓക്കെ ആണല്ലോ? സ്വഇദ അല്ലെ. അപ്പൊ യസ്അദുന്റെ മാലി സ്വഇദ. ഓക്കെ ആണല്ലോ? സിമ്പിൾ ആയല്ലോ. അപ്പൊ ഒരു ഉത്തരം കിട്ടിയേ. അടുത്ത് നോക്കണേ. മുഫ്രദുൽ മിയാഹ് അല്ലെ. മിയാഹ് എന്ന് വെച്ചാൽ വെള്ളങ്ങൾ. അപ്പം അതിന്റെ മുഫ്രദ് അല്ലെ. മിയാഹ് എന്ന് വെച്ചാൽ വെള്ളങ്ങൾ, ജംആണ് അല്ലെ. അപ്പൊ അതിന്റെ മുഫ്രദ് എന്താണ്? മുഫ്രദ് എന്താണ്? പറഞ്ഞേ എന്താ? മാ അല്ലെ. ഓക്കെ, മാ. പിന്നെയോ ലിദ്ദുൽ ഫറഹി, സന്തോഷം. ഫറഹ് എന്ന് വെച്ചാൽ സന്തോഷം അല്ലെ. അതിന്റെ ലിദ് എന്താണ്? ലിദ്ദുൽ ഫറഹ് അല്ലെ. ഫറഹിന്റെ ലിദ് അല്ലെ. അതിന്റെ ഓപ്പോസിറ്റ് എന്താ വരിക? പറഞ്ഞേ, എന്താ വരിക? നമ്മുടെ പാഠത്തിൽ നമുക്ക് കാണാലോ, ഹുസ്ൻ അല്ലെ. ഹുസ്ൻ. ഓക്കെ അല്ലേ? ഹുസ്ൻ. ഓക്കെ ആണല്ലോ? ഹുസ്ൻ. അടുത്തോ മുതറാദിഫു റഅ അല്ലെ. റഅ എന്നതിന്റെ പര്യായ പദം നമ്മുടെ ടെക്സ്റ്റ്, നമ്മുടെ ഫസ്റ്റ് വരിയിൽ തന്നെ ഉണ്ട്. റഅ എന്നതിന്റെ പര്യായ പദം എന്താ? റഅയുടെ പര്യായ പദം ഷാഹദ അല്ലെ. ഷാഹദ എന്നാണ് റഅയുടെ
പര്യായ പദം. അടുത്തതോ മാതാ അൽക്കൽ ഉസ്ഫൂറു, എന്താണ് നമ്മുടെ കുരുവി ഇട്ട് കൊടുത്തത്? എന്താണ് ഇട്ട് കൊടുത്തത്? എന്താ ഇട്ട് കൊടുത്തത്? വറക്കത്തൻ അല്ലേ, വറക്കത്തൻ. എന്തിനാ ഇട്ട് കൊടുത്തത്? വറക്കത്തൻ, ഇലയാണ് ഇട്ട് കൊടുത്തത് അല്ലേ. ഓക്കെ ഓക്കെ. അടുത്തതോ, അടുത്തത് മൻ ഗുരിക ഫിൻ നഹർ, ആരാണ് വെള്ളത്തിൽ മുങ്ങിച്ചാവാൻ നോക്കിയത്? ആരാണ്? നംലത്ത് അല്ലേ, നംലത്ത് അല്ലേ. നമ്മൾ പറഞ്ഞില്ലേ എന്താണ് കണ്ടത്? നംലത്തൻ തഗ്രിഖു ഫിൻ നഹരി അല്ലേ, വെള്ളത്തിൽ മുങ്ങിച്ചാവുന്ന ഒരു ഉറുമ്പിനെ അല്ലേ. ഓക്കെ അല്ലേ. അപ്പൊ ആരെയാണ് കണ്ടത്? ആരാണ് മുങ്ങിച്ചാവുന്നത്? നംലത്ത്. ഓക്കെ ആണല്ലോ. ഓക്കെ, ഫുൾ ക്ലിയർ ആയല്ലോ. അപ്പൊ നോക്കിയ സിമ്പിൾ ആണ്. യസ്അദുന്റെ മാലി, യസ്അദുന്റെ മാലി സ്വഇദ അല്ലെ, മാഉൻ ജമ്മ് മിയാഹ്. പിന്നെയോ ഫറഹിന്റെ ഓപ്പോസിറ്റ് ഹുസ്ന്. അടുത്ത റഅയുടെ മുത്തറാദിഫ് ഷാഹദ അല്ലെ. പിന്നെ ഉസ്ഫൂർ, ഉസ്ഫൂർ മാതാ അൽക്കൽ ഉസ്ഫൂർ, എന്താണ് കുരുവി ഇട്ട് കൊടുത്തത്? എന്താ കുരുവി ഇട്ട് കൊടുത്തത് പറഞ്ഞേ? എന്താ? വറക്കത്ത് അല്ലെ, വറക്കത്തിൽ ഇട്ട് കൊടുത്തത് അല്ലേ, വറക്കത്തിൽ ഇട്ട് കൊടുത്തത്. ഓക്കെ ഓക്കെ. പിന്നെയോ മൻ ഗുരിക ഫിൻ നഹർ, ആരാണ് വെള്ളത്തിൽ മുങ്ങിച്ചാവുന്നത്? നംലത്ത് അല്ലേ. ഓക്കെ, എന്നാൽ അടുത്തൊരു ചോദ്യം നോക്കണേ. ഇഖ്റഇൽ ഹദീസ വ അജിബ് അനിൽ അസ്ഇല അല്ലേ. നോക്കണേ, താഴെ ഒരു ഹദീസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്നിട്ടോ അടിയിൽ അതുപോലെ തന്നെ നേരത്തെ വന്ന അതേ രീതിയിലുള്ള ഒരു ചോദ്യമാണ്. ഒരു ഹദീസ് കൊടുത്തു, അതിന്റെ അടിയിൽ ചില ചോദ്യങ്ങളും കൊടുത്തു അല്ലെ. അപ്പൊ ആ ചോദ്യത്തിന് ഉത്തരങ്ങളാണ് നമ്മൾ എഴുതുന്നത്. നോക്കണേ. അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇൻ ഖാമത്തി സഅതു വഫി യഹ്ദി അഹദികും ഫസീലത്തുൻ ഫൈൻ ഇസ്തദാ അൻ ലാ തഖൂമ സഅതു ഹത്താ യഗ്രിസഹാ ഫല്യഫ്അൽ അല്ലേ. ഇനി ഖിയാമത്ത് നാൾ സംഭവിച്ച്, അപ്പൊ ഒരാളെ കയ്യിൽ ഒരു ചെടി ഉണ്ടെങ്കിൽ ഓനവിടെ കുഴിച്ചിട്ടിട്ട് ഓൻ എണീച്ച് ഓനവിടെ കുഴിച്ചിടുന്നത് വരെ ഓനക്ക് സമയം ഉണ്ടെങ്കിൽ ഓൻ എന്താക്കണം? അത് കുഴിച്ചിടട്ടെ എന്നാണ് പറയുന്നത് അല്ലെ. അത്രയും പ്രകൃതിക്ക് പ്രാധാന്യം കൊടുത്ത ഒരു മതമാണ് ഇസ്ലാം അല്ലെ. അപ്പൊ അങ്ങനെ കൊടുക്കുന്ന ഒരു ഹദീസ്, അതിന്റെ ചില ചോദ്യങ്ങൾ അവിടെ എന്താണ്? മൽ മുറാദു ബിസ്സാഅ, സാഅത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? മൽ മുറാദു, എന്താണ് ഉദ്ദേശം? ബിസ്സാഅ, സാഅത്ത് കൊണ്ടുള്ള ഉദ്ദേശം എന്താ? എന്താ ഉദ്ദേശം? എന്താ? സ്വർഗമാണോ? ജന്നത്താണോ? യൗമുൽ ഖിയാമ, ഖിയാമത്ത് നാളാണോ? നാറ്, നരകമാണോ? ഏതാണ് ഉദ്ദേശം? ഏതാ ഉദ്ദേശം പറഞ്ഞേ? യൗമുൽ ഖിയാമ അല്ലെ, യൗമുൽ ഖിയാമ അല്ലേ. അടുത്ത് ഫസീലത്തുൻ, ഫസീലത്ത് എന്ന് വെച്ചാൽ എന്താ? മാന, അതിന്റെ അർത്ഥം എന്താ? അസ്ഹർ, പൂ കുഴിച്ചിടാനാണോ പറഞ്ഞത്? അൽ ഖറസ്, ഒരു ചെടി കുഴിച്ചിടാനാണോ പറഞ്ഞത്? അൽ ഹുസ്ൻ, ഒരു കൊമ്പ് കുഴിച്ചിടാനാണോ പറഞ്ഞത്? എന്തിനാ? ഖറസ് അല്ലേ, ഖറസ് അല്ലേ. ഖറസ്, ചെടി. ഓക്കെ അല്ലേ. മൻ റവാ ഹാദൽ ഹദീസ, ആരാണ് ഈ ഹദീസിനെ റിപ്പോർട്ട് ചെയ്തത്? ആരാണ്? അൻ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ആരാണ്? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു. ഓക്കെ അല്ലേ. ക്ലിയർ ആണല്ലോ അല്ലെ. സിമ്പിൾ ആണ്. ഇനി നമുക്ക് അടുത്തൊരു ബോക്സിൽ കാണാം, ലാഹിലിൽ കലിമത്ത വ കമ്മിലിൽ ഫറാ കമാ ഫിൽ മിസാൽ അല്ലെ. താഴെ ഒരു ഉദാഹരണം, ഒരു ബോക്സും ഒരു ഭാഗത്ത് ഒരു ബോക്സിൽ ചില ആളുകളെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഒന്നാമത്തെ നോക്കാം, ത്വാഹി, പാചകം ചെയ്യുന്ന ആൾ അല്ലെ. ഇനി അവരെന്താണ് ചെയ്യുന്നത് എന്നാണ് അടുത്ത രണ്ടാമത്തെ ബോക്സിലുള്ളത് അല്ലെ. ഒന്ന് നോക്കിയാലോ. ഇപ്പൊ ത്വാഹി, പാചകം ചെയ്യുന്ന ആൾ എന്താണെന്നത്? യഖൂമു ബിത്വഹി, അവൻ പാചകം ചെയ്യുന്നു അല്ലെ. അടുത്തതോ, അടുത്തത് യഖൂമു ബിത്തദ്രീസ്, പഠിപ്പിക്കൽ ചെയ്യുന്നു. ആരാണ് ചെയ്യുക പറഞ്ഞേ? മുദരിസ് അല്ലെ. അപ്പൊ മുദരിസ് ആണ് എന്ത് ചെയ്യുക? മുദരിസ് അല്ലെ. യഖൂമു ബിത്തദ്രീസ്. അടുത്തതോ അൽ മുസാരിഉ, കർഷകൻ എന്താ ചെയ്യുക? യഖൂമു ബി സിറാ അല്ലെ, യഖൂമു ബി സിറാ, കൃഷി ചെയ്യുന്നു അല്ലെ. ഓക്കെ. ഇനി അടുത്തൊരു പാറ്റേൺ കണ്ടില്ലേ. നമുക്കൊരു പിരമിഡ് ക്വസ്റ്റ്യൻ കാണാലോ. അയ്ദ ഹറമൽ മുഫ്രദാതി മാ തബ്ദീലാത്തിൽ ലാസിം അല്ലെ. ഇവിടെ ആവശ്യമുള്ള മാറ്റങ്ങൾ എന്താന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് നമുക്ക് എഴുതണം അല്ലെ. ഇവിടെ നമുക്ക് കാണാം സഫ്വാനെ കുറിച്ച് പറയുന്നു. ഒന്നാമത്തെ കാന, വെറും കാന മാത്രം അല്ലെ. പിന്നെയോ കാന സഫ്വാനു, ഇപ്പൊ കുറച്ചും കൂടി ആയി. പിന്നെയോ കാന സഫ്വാനു ത്വാലിബൻ, സഫ്വാൻ ആരാണ്? ത്വാലിബൻ, ഒരു വിദ്യാർത്ഥി ആയിരുന്നു അല്ലെ. ഇനി കാന സഫ്വാനു ത്വാലിബൻ മിസാലിയൻ, ഒരു മാതൃകാ വിദ്യാർത്ഥിയായിരുന്നു അല്ലെ. ഇനി അതുപോലെ കാനത്ത് ആയിരുന്നു, ആര്? കാനത്ത് ആയിഷയായിരുന്നു. ഇനി നമ്മൾ കൊടുക്കുക, ഇനി അടുത്തെന്താ കൊടുക്കുക? പറഞ്ഞേ എന്താ കൊടുക്കുക? അതെ, കാനത്ത് ആയിഷ ത്വാലിബത്തൻ അല്ലെ. കാനത്ത് ആയിഷ ത്വാലിബത്തൻ. കാനത്ത് ആയിഷ ത്വാലിബത്തൻ. ഓക്കെ അല്ലേ. അടുത്ത എന്താ വരിക? കാനത്ത് ആയിഷ
കാനത്ത് ആയിഷ ത്വാലിബത്തൻ മിസാലിയത്തൻ അല്ലെ, മാതൃകാ വിദ്യാർത്ഥിയായിരുന്നു ആര്? ആയിഷ. അപ്പുറം കൊടുത്തതുപോലെ സിമ്പിൾ ആണ്. ഇങ്ങനെ ഒരു ബോക്സ് കൊടുത്താൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ഈ മാർക്ക് വാങ്ങിക്കൂടെ? 4 5 മാർക്കിന്റെ ചോദ്യമായിരിക്കും. ഇത്ര സിമ്പിൾ ആയിട്ട് നമുക്ക് വാങ്ങാം. ഒന്ന് കാന, അപ്പൊ അതുപോലെ തന്നെ കാന സഫ്വാൻ, കാന സഫ്വാൻ ത്വാലിബൻ, കാന സഫ്വാൻ ത്വാലിബൻ മിസാലിൻ. അതുപോലെ എന്ത് കൊടുക്കുക? കാനത്ത്, കാനത്ത് ആയിഷ, കാനത്ത് ആയിഷ ത്വാലിബത്തൻ, കാനത്ത് ആയിഷ ത്വാലിബത്തൻ മിസാലിയത്തിന്. എത്ര സിമ്പിളാ അല്ലെ? സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്ക് വാങ്ങാനേ ഉള്ളൂ അല്ലേ? ഓക്കെ അല്ലേ? ഓക്കെ. ആ